കൂട്ടുകാരെ, നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലാത്തയിൽ ബെഡ് പ്ലാവൊക്കെ വെച്ച് നമ്മുടെ രണ്ടാമത്തെ, ആദ്യം ഒരു ചക്കൊക്കെ ഉണ്ടായി, കുറേ ചക്കകളുണ്ടായി, ഞങ്ങൾ തീർന്നു. ഇപ്പോൾ രണ്ടാമത്തെ തീരെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചക്ക ഓർന്നിട്ട് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ പോണ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക എല്ലാം കിടക്കണയാണ്. അപ്പോൾ നമ്മൾ അത് മുകളിൽ നിന്ന് ഇടാൻ പോണ സംഭവമാണ്. അത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക ഇട്ട് കൊണ്ടുവന്നുണ്ട്. നന്നായിട്ട് മൂത്ത ചക്കയാണ്. അപ്പോൾ ഇനി നമുക്കത് വെട്ടി നന്നാക്കി ഇതിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചക്ക നമുക്ക് മുത്തോളാം. അടിപൊളിയായിട്ട് ചക്ക മുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയുടെ വെളിഞ്ഞിനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് കത്തിയുണ്ട്. ചക്കക്കുരു കൂടെ ചക്കക്കുരും കച്ചക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ വരുന്നുണ്ട്. അതൊക്കെ ആരും തന്നെ ചെയ്തിട്ടില്ല. നമുക്ക് അതൊക്കെ അതിൻ്റെ സ്പിൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടോ, ഈ സാധനങ്ങൾ ചെത്തി കളയാം. തൊണ്ട് തീരെ കണ്ടുപോകാം. ഇത് പഴുത്ത മധുരം പറയാം. ഒരു ചെറിയ തൊണ്ട കവള കയറി നമുക്ക് വെച്ച് നോക്കാൻ. ഇപ്പോൾ നമ്മുടെ ചക്ക നമ്മളെല്ലാം വെട്ടിയരിഞ്ഞ് ഇതിൻ്റെ അത് കിട്ടു. നമ്മുടെ മാനക്കൂട്ടൻ അപ്പോഴത്തേക്കും അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഇനി ഇത് നന്നാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല കീറി പതുക്കെ വേവിച്ചെടുക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കൊഴിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കല്ലുപ്പാണ്, കപ്പിൻ്റെ അകത്ത് ഞാൻ കല്ലുപ്പൊക്കെ കലക്കി വെച്ച് ഇത് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇത് വേവാനുള്ള വെള്ളം. അപ്പോൾ അത് ഇത്ര ഒഴിച്ച് കൊടുത്താലാണ് അതൊക്കെ കിടന്ന് വേവുള്ളൂ. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് വേപ്പിലയും. മഞ്ഞൾപ്പൊടിയും ഒരു 2-3 തണ്ട് വേപ്പിലയും ഇട്ട് നമുക്ക് അങ്ങോട്ട് മൂടി വെച്ച് ഇതങ്ങ് വേവിക്കാം. അപ്പോൾ ചക്ക നമുക്ക് അടുപ്പത്തേക്ക് കയറ്റാം. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വലിയ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് മറ്റേ ഉള്ളി മുളകൊക്കെ ചതച്ച് ഇടും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ മൂത്തുന്നുണ്ട്. കറികളൊക്കെ ഇടണ്ടാവും. ഞാൻ മൂക്കുക, നന്നായിട്ട് മൂക്കുക. ഇളക്കി സെറ്റാക്കി തട്ടെ. അപ്പോൾ അത് ഇപ്പം ഞങ്ങളുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് എടുക്കാം. വൈകുന്നേരത്തെ പലഹാരം. ചക്ക കൂട്ടാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഭാഗം ഈ അടിപൊളി കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചക്ക പുഴുക്കുണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി സംഭവമാണ്. കിടക്ക നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം.